കോഴിക്കോട് കോംട്രസ്റ്റ് ഫാക്ടറിയെ ഭൂമാഫിയയിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംരക്ഷണ വലയം തീർത്തു. 2009-ലാണ് ഫാക്ടറി സർക്കാർ അടച്ചുപൂട്ടിയത്. കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് 2012-ൽ കേരള നിയമസഭ ബില്ല് പാസാക്കിയിരുന്നു. ഈ ബില്ലിനെ 2018-ൽ രാഷ്ട്രപതി അംഗീകാരം നൽകുകയും ചെയ്തു. നിയമം കേരള ഗസറ്റ് വിജ്ഞാപനം ചെയ്തിട്ട് 6 വർഷം പിന്നിട്ടിട്ടും സർക്കാർ പക്ഷേ നിയമം നടപ്പിലാക്കിയിരുന്നില്ല. ഇതിനെതിരെ തൊഴിലാളികൾ വർഷങ്ങളായി ഫാക്ടറി പരിസരത്ത് സമരം ചെയ്തു വരികയാണ്. സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് കോംട്രസ്റ്റ് മുൻപിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംരക്ഷണ വലയം തീർത്തത്. കഴിഞ്ഞ 15 കൊല്ലമായി അത് അടഞ്ഞു കിടക്കുകയാണ്. അത് അന്യായമായി 2009-ൽ അടച്ചതാണ്, പിന്നെ തുറന്നിട്ടില്ല. ഇപ്പോൾ 15 കൊല്ലമായിട്ട് തൊഴിലാളികൾ സമരത്തിലാണ്. ആ സമരത്തിലുള്ള കൂട്ടത്തിൽ 5 പേര് മരിച്ചുപോയി. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു, ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ അന്യായമായിട്ട് ഈ സ്ഥാപനത്തിൽ തീ കൊടുത്തു, അതിൻ്റെ അന്വേഷണം ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഭൂമാഫിയാണ് ഇതിൻ്റെ പിന്നിൽ. അത് പല രാഷ്ട്രീയക്കാരും പല നേതാക്കന്മാരും ഒന്നുകിൽ അവർ മൗനം കൊണ്ട് അതിനെ അനുവദിക്കുന്നു, അല്ലെങ്കിൽ വാക്കുകൊണ്ട് അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് പിന്തുണയ്ക്കുന്നു. സർക്കാരിന്റെയും ഭൂമാഫിയകളുടെയും ഒത്തുകളിയുടെ ഭാഗമായാണ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുന്നതെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ജനം, കോഴിക്കോട്.